90% കയറി. ഭയങ്കര കാറ്റാണ്. എൻ്റെ കൊടയുടെ അവസ്ഥ കണ്ടോ? ഇന്നൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു യാത്രാ വീഡിയോ ആയിരിക്കും. അത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരിടത്തൊക്കെയാണ്. ആ പോകുന്ന സ്ഥലം, പോകുന്ന ഇടമൊക്കെ ഞാൻ നിങ്ങളെ വഴിയേ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നല്ലൊരു ഇടത്തേക്കാണ്. സാഹസികമായ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പറഞ്ഞതുപോലെ ഒരു സാഹസിക യാത്രയ്ക്ക് എത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഇടുക്കി ജില്ലയിലെ മീനുരുളിയം പാറയിലേക്കാണ് ഇന്ന് വന്നേക്കുന്നത്. അതിമനോഹരമായ ഇടമാണ്. ആദ്യം തന്നെ പറയട്ടെ, ചെങ്കുത്തായ എന്താ പറയുക, പാറക്കൂട്ടം, അല്ലെങ്കിൽ ഒരു 500 ഏക്കറിൽ പരന്നു കിടക്കുന്ന പാറക്കൂട്ടത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ചെറിയ പാറക്കൂട്ടത്തിനകത്തൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ് കണ്ടോ. പക്ഷെ ഞാനിന്ന് പോകുന്നത് ഈ ഏരിയയിലാണ്. പക്ഷെ വൻ ഡേഞ്ചറാണ്, ശ്രദ്ധിക്കണം. കാര്യം വലിയൊരു പാറക്കൂട്ടത്തിലേക്കാണ് പോകുന്നത്. നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഭയങ്കര കയറ്റമാണ് കേട്ടോ. കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല പൂച്ചെടികളും അല്ലേ, നല്ല രസമാണ് കേട്ടോ. ഒറ്റയടിക്ക് കയറാൻ ശ്രമിക്കരുത്. നിന്ന് വളരെ സ്ലോവിൽ നിന്ന് വേണം കയറാൻ. നമ്മളെ കൊണ്ട് അങ്ങനൊന്നും കയറാൻ പറ്റത്തില്ല. എത്ര വലിയ ഹെൽത്തുള്ളതാണെങ്കിലും അങ്ങനെയൊന്നും കയറാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടമുള്ള സമയം. എന്താ ഭംഗിയല്ലേ. ഞാൻ ഏകദേശം കുറച്ച് എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കയറാനുണ്ട് കേട്ടോ, ഒരുപാട് കയറാനുണ്ട്. പക്ഷെ നല്ല മഴയാണ്. പക്ഷെ ഈ പാറക്കൂട്ടത്തിനകത്ത് ഞണ്ടുകളെന്ന്, ഈ വെള്ളത്തിന് കുറേ ഞണ്ടുകൾ. എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ പാറക്കകത്ത് എങ്ങനെ ഞണ്ട് വരുന്നത്. നമ്മുടെ പാറക്കൂട്ടത്തിനകത്തുനിന്ന് വരുന്ന വെള്ളം കണ്ടോ നിങ്ങൾ? നോക്ക്, എന്ത് രസം, എന്ത് ഭംഗിയാണെന്നറിയാമോ, എന്ത് ഭംഗി. നോക്കിക്കേ, ഒരു രക്ഷയില്ലാത്ത മീനുരുളിയം പാറയുടെ തൊട്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് കണ്ടോ. എന്ത് ഭംഗി നോക്കിക്കേ, ഒരു രക്ഷയില്ല. ഇത്രയും വെള്ളം ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? എന്ത് ഭംഗിയാ നോക്കിക്കേ, എന്ത് ഭംഗി. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നോക്കിക്കേ, ഒരു 80%
ഞാൻ കയറി കഴിഞ്ഞു. ഓ കണ്ടോ, ആ മഞ്ഞ് മൂടി നിൽക്കുന്ന സ്ഥലമാണ് മീനുരുളിയം പാറ. മീൻസ് അതിൻ്റെ ടോപ്പ്. അവിടെ എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടേയിരിക്കുന്നു. നല്ല നടക്കണം, നല്ല കാറ്റുണ്ട്. തണുപ്പാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയും ഇല്ലാത്ത തണുപ്പാണ് സുഹൃത്തുക്കളെ, ഒരു രക്ഷയും ഇല്ലാത്ത തണുപ്പ്. അല്ല ഓ മഞ്ഞിങ്ങനെ മൂടി പൊതിഞ്ഞ് മീനുരുളിയം പാറ പൊതിഞ്ഞ് നിൽക്കുന്ന മഞ്ഞിക്കൂട്ടം. ഓ പൊതിഞ്ഞ് നിൽക്കുകയാണ് മഞ്ഞിക്കൂട്ടം. വേണ്ട അല്ല പാറയുടെ മുകളിലാണ് ഈ ചെറു അരുവികൾ എന്ന് ഓർക്കണം കേട്ടോ. ഓ നമുക്ക് കണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുക. ഒന്നും കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മഞ്ഞ് കയറിയിരിക്കുക. കോട വന്ന് ഇറങ്ങി ആകെ മൂടപ്പെട്ട അവസ്ഥയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. മഞ്ഞ് മൂടി കിടക്കും കേട്ടോ. മീനുരുളിയം പാറ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കും. തണുപ്പാണെങ്കിൽ അടിപൊളി. നല്ല കയറ്റമാണ്, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ലക്കി സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് അവിടേക്ക് എത്താനുള്ളൊരു ആകാംക്ഷ. നല്ല ഞാൻ ഏകദേശം ഒരു 90% കയറി. ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. കുടയൊക്കെ എങ്ങോട്ടോ പോകും. അടിപൊളി കേട്ടോ. ഭയങ്കര കാറ്റുണ്ട്. കാറ്റെന്ന് പറഞ്ഞില്ല, കാറ്റും തണുപ്പും മഞ്ഞും. ഓ ഇനി കുറച്ചും കൂടെ കയറിയാൽ മതി കേട്ടോ. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ മീനുരുളിയം പാറയുടെ ടോപ്പ് മീനുരുളിയം പാറയുടെ ടോപ്പിൽ നമ്മൾ എത്തും. നമ്മൾ ഏകദേശം എത്താറായി. പക്ഷെ കണ്ടില്ലേ കാറ്റ്. കാറ്റ് കേട്ടോ, കാറ്റ്. എന്റെ കൊടയുടെ അവസ്ഥ ഉണ്ടോ? നേരെ പിടിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും കാറ്റാണ്. അങ്ങനെ നമ്മള് മീനുരുളിയം പാറയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേ കണ്ടില്ലേ, അതിമനോഹരമായ കാഴ്ച. ഈ പൊട്ടുപോലെ കാണുന്നതാണ് ആ വനം. ഏകദേശം 2 ഏക്കറിലോളം, ഒരു 1.5 ഏക്കറിലോളം വ്യാപിച്ചു കിടക്കുന്ന ഹരിത സസ്യഭൂമി. ഇതിന് ചരിത്രമുണ്ട് കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്ന എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഏകദേശം അവിടെ എത്തി ഗൈസ്. ഞാൻ കണ്ടോ നിങ്ങള്, മീനുരുളിയം പാറയുടെ ടോപ്പിലാണ് ഉള്ളത്. മഞ്ഞെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് കേട്ടോ. നമുക്ക് പോലും കാണാൻ പറ്റുന്നില്ല. ഇവിടെ എനിക്ക് എല്ലാം തന്നെ കാണാൻ പറ്റുന്നില്ലെന്നേ. അതാണ് കോമഡി. നോക്കിക്കേ കേട്ടോ, ഇതാണ് മീനുരുളിയം പാറ. ഈ മീനുരുളിയം പാറയുടെ ടോപ്പിലുള്ള ഹരിത സസ്യ ഭൂമിയാണ് ഈ കാണുന്ന
ആദിവാസി ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഈ കാട്ടിനുള്ളിൽ വന്ന് പ്രാർത്ഥന ഭഗവാൻ ശിവൻ്റെ രൂപം വെച്ച് ഇവിടെ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നും ഈ കാണുന്ന പ്രദേശത്ത് ഏകദേശം ഈ കാണുന്ന പ്രദേശത്ത് കണ്ടില്ലേ, ഈ കാണുന്ന പ്രദേശത്ത് ഒരു കുളമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നീട് ആ കുളത്തിൽ കുറേ മീനുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ കുളത്തിലുള്ള മീനുകളൊക്കെ ഒരു സാഹചര്യത്താൽ ചത്തുപൊങ്ങിപ്പോയി എന്നാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല, ഇതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള ശേഷിപ്പുകൾ ഇന്നും ഉണ്ട് എന്നതാണ് നമുക്ക് കണ്ണാൽ തന്നെ കാണാം. പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനാ രീതികളൊക്കെ എങ്ങനെ നശിച്ചു പോയി എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എങ്ങനെ നശിച്ചു പോയി അല്ലെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കപ്പെട്ടതാണോ എന്നറിയില്ല. അതുപോലെ തന്നെ മുനിയറകൾ ഉണ്ട് ഇവിടെ, അതും നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു പ്രവേശനമാണിത് കേട്ടോ. നമുക്ക് നമ്മൾ കാണാൻ പറ്റുന്ന ചെറിയൊരു വഴിയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ കടന്നു പോകുന്നത്. എന്ത് പറയാനാണ്, ഇത് കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്ന ഹരിത സസ്യങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. വിവിധ ഇനം ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ്. ഈ മരത്തിൻ്റെ ഒക്കെ വണ്ണം കണ്ടു പറഞ്ഞില്ലേ, ഇതിനകത്തൊരു മുനിയറ ഉണ്ടായിരുന്നു, ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ചു പോയിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, ഇതാണ് ആ സ്ഥലം. ഇതിനിപ്പുറത്തും ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കണ്ട, ഈ കാണുന്ന കല്ല്, ഈ കല്ലിന് ഇപ്പുറത്തും ഒരു കല്ലുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു വലിയൊരു മുനിയറ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആരൊക്കെ തകർത്ത് കളഞ്ഞു കേട്ടോ. അത് എങ്ങനെ തകർത്തു എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും എന്താ പറയുക, ഒരു ചരിത്രമുറങ്ങുന്ന ഇത്രയും 4000 സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി മുകളിൽ ഒരു പാറയുടെ മുകളിൽ ഇത്രയും വലിയൊരു ഹരിത സസ്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഇതേപോലത്തെ നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നത്. ഇതിൻ്റെ പിറകിലൊരു കാഴ്ചയുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്തൊരു രൂപമുണ്ട്, അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കണ്ടില്ല, ഇതിനകത്തൊരു രൂപമുണ്ട്. കണ്ടില്ല, ഈ രൂപമൊക്കെ ഒന്ന് തകർക്കപ്പെട്ടു പോയിരിക്കുന്നുണ്ട്. അത് ആര് തകർത്താലും അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആലോചിച്ച് നോക്കി, ഈ മരത്തിൻ്റെയൊക്കെ ഒന്ന് വണ്ണം നോക്കി, നമുക്ക് പിടിച്ചാൽ പോലും പിടിയെത്താത്ത രീതിയിലുള്ള വണ്ണത്തിലുള്ള മരങ്ങൾ. ഇതെങ്ങനെ ഇവിടെ ഇത്രയും ഈ പാറക്കൂട്ടത്തിൽ നമുക്കറിയാലോ. ഇതിന് താഴെ നമ്മൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു പാറയുടെ മുകളിൽ സാധാരണ ഒന്നും വളരാറില്ല, ഒരു പുൽച്ചെടി പോലും വളരാറില്ല. അങ്ങുഞ്ഞൊക്കെ ചെറിയ കുഞ്ഞ് പുൽച്ചെടികൾ വളർന്ന് വന്നാൽ തന്നെ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ കരിഞ്ഞു പോകാറ്. കാര്യം പാറയുടെ ചൂട് കാരണം അതൊക്കെ കരിഞ്ഞു പോകാറാണ് പതിവ്. ഇതൊന്നും കണ്ടത്, ഈ കാണുന്ന ചെടികൾക്ക് ആരെങ്കിലും നട്ടുപിടിപ്പിച്ച പോലെയാണ് ഇതൊക്കെ. വളരെ ഭംഗിയായിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇതൊന്നും തന്നെ ആരും തന്നെ ചവിട്ടി നശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. അതൊക്കെ നമുക്ക് പിന്നൊരു സമയത്ത് ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നത് വളരെ വളരെ നന്നായിരിക്കുമെന്ന്
ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മഞ്ഞുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇവിടെ വരാം, പക്ഷേ അഡ്വഞ്ചറായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാത്രം ഇവിടെ വരാൻ ശ്രമിക്കുക, പുതിയ ബുദ്ധികളുമായി വരാതിരിക്കുക. അതോടൊപ്പം തന്നെ പാറയിൽ കയറുന്നവരെല്ലാവരും തന്നെ നല്ലപോലെ എന്താ പറയുക ആവാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ രണ്ട് സൈഡും അതിഭയങ്കരമായിട്ട് കൊക്കയാണ്. കൊക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയ പോലെ എത്തില്ല, ആ മാതിരി കൊക്കയാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 4000 അടി മുകളിലാണെന്ന് ഓർക്കണം. നമ്മൾ 4000 അടി സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി മുകളിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 500 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു പാറയമാണ്. അത് ഒറ്റ പാറയാണെന്ന് കൂടി ഓർക്കണം. എല്ലാവരും വരാൻ ശ്രമിക്കുക, കാണുക. ഇവിടുത്തെ ആ സൗന്ദര്യം നിങ്ങൾ എല്ലാവരും വന്ന് ആസ്വദിക്കുക. ഇപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്തൊന്നും നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നിങ്ങളിവിടെ വന്ന് തന്നെ ആസ്വദിക്കണം ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ ഈ മഞ്ഞും ഇവിടുത്തെ കാറ്റും.